പ്രിയമുള്ള സുഹൃത്തെ, മലയാളം ബുക്ക് സമ്മറിയിലേക്ക് സ്വാഗതം. 1950 ടൈംസ് ന്യൂസിൽ 90% പോസിറ്റീവ് ന്യൂസാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അവരുടെ നെഗറ്റീവ് ന്യൂസിനാണ് കൂടുതൽ വ്യൂവേഴ്സ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരെന്തോ ചെയ്തു, കൂടുതൽ നെഗറ്റീവ് ന്യൂസ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് അവരുടെ റവന്യൂ ഗ്രോത്ത് ചെയ്തു, അതുപോലെ വ്യൂവേഴ്സും കൂടി. എന്താണ് മില്ലിയനർ സക്സസ് ഹാബിറ്റ്സ്? അതിനെക്കുറിച്ച് പറയുന്നൊരു ബുക്കാണ് മില്ലിയനർ സക്സസ് ഹാബിറ്റ്, ദ ഗേറ്റ് വേ ടു വെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. ഇതിൻ്റെ ഓഥർ ഡീൻ ഗ്രസിയോസ് ആണ്. ഗ്രസിയോസ് ഒരു നിക്ഷേപകനും സംരംഭകനും പിന്നെ ഒരു പരിശീലകനുമാണ്. ഡീൻ എൻ്റർപ്രൈസ് സ്ഥാപകനാണ്, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകനുമാണ്. മില്ലിയനേഴ്സ് അവരുടെ ഹാബിറ്റിൽ ചെറുതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ചില മാറ്റങ്ങൾ വരുത്തുന്നു. അത് കാലക്രമേണ പ്രയോഗിക്കുമ്പോൾ വലിയ റിസൾട്ട് നൽകുന്നു. അവർ പ്രസൻറ്റിൽ എവിടെയാണെന്നും ഫ്യൂച്ചർ എവിടെയായിരിക്കാൻ ആഗ്രഹിക്കുന്നതും തമ്മിലൊരു നേർരേഖ വരയ്ക്കുക. നമുക്കിതുപോലെ ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിലെ കരിയറിനെയും അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്ത ശീലങ്ങൾ പ്രയോഗിച്ച് പ്രവർത്തിക്കുക. ഫ്യൂച്ചറിൽ കൂടുതൽ വിജയകരമാക്കാനായിട്ട് മില്ലിയനർ സക്സസ് ഹാബിറ്റ്സ് നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ഇന്നത്തെ നിലയിലേക്ക് കൊണ്ടുപോയ ശീലങ്ങളെ മില്ലിയനർ സക്സസ് ഹാബിറ്റ് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക. അത് ഭാവിയിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നിടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ ഒന്നാമത്തെ ഹാബിറ്റായിട്ട് പറയുന്നത് നിങ്ങളുടെ വൈ കണ്ടെത്തുക. വൈ കണ്ടെത്തുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ഡയറക്ഷൻ നൽകുന്നു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ക്രമീകരിക്കാം. പ്രചോദനം നൽകുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ പോലും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകുന്നു. നിങ്ങളുടെ വൈ നിങ്ങളെ തുടർച്ചയായിട്ട് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഫോക്കസ് വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുന്നു. പിന്നെ ആന്തരിക തൃപ്തി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം കണ്ടെത്തുന്നത് ആന്തരിക തൃപ്തി നമുക്ക് നൽകുന്നു. നിങ്ങളുടെ വൈ കണ്ടെത്തുന്നതിനുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എന്താണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്? ലോകത്തിൽ നിങ്ങൾ എന്ത് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു? അങ്ങനെ നിങ്ങളുടെ വൈ കണ്ടെത്തിയതിന് ശേഷം നമ്മുടെ ഗോൾസുകളെല്ലാം സജ്ജീകരിക്കുക. നിങ്ങളുടെ വൈ അനുസരിച്ച് വ്യക്തമായ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പ്രവർത്തന പദ്ധതി ടു ഡു ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ വൈ കണ്ടെത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപമാണ്. രണ്ടാമത്തെ ഹാബിറ്റാണ് നിങ്ങളെ തടയുന്നതിൽ നിന്ന് ഉള്ളിലെ വില്ലനെ നിരോധിക്കുക. നമുക്കറിയാം നമ്മുടെ എല്ലാം ഉള്ളിൽ ഏഞ്ചൽസും ഉണ്ട്, ചെന്നൈയും ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഏഞ്ചൽ നല്ല സ്വഭാവമാണ് എപ്പോഴും കാണിക്കുന്നത്. നമ്മുടെ കൂടുതൽ അടുത്ത ആൾക്കാർക്ക് അറിയാം നമ്മുടെ ഉള്ളിലുള്ള ചെന്നായ് എന്ന് പറയുന്ന പോലെ ആന്തരിക ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് അവയെ തോൽപ്പിക്കുന്നതാണ് വിജയത്തിൻ്റെ കാതൽ. അപ്പോൾ ആന്തരിക ശത്രുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്ന് സംശയമാണ്. നിങ്ങളുടെ കഴിവുകളിലുള്ള സംശയം തോന്നുന്നത്. ഭയം. രണ്ടാമത്തെ ഭയം എന്ന് വെച്ചാൽ പരാജയത്തിൻ്റെ ഭയമാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഭയം. പ്രചോദനക്കുറവ്, തുടർച്ചയായിട്ട് പ്രചോദനം നിലനിർത്താൻ കഴിയാത്തത്. പഴയ പാറ്റേണുകൾ, പഴയ ഫലപ്രദമല്ലാത്ത പാറ്റേണുകളിൽ നിന്ന് മോചനം നേടാൻ കഴിയാത്തത്. അപ്പോൾ ആന്തരിക ശത്രുക്കൾ നമുക്ക് എങ്ങനെ തോൽപ്പിക്കുക എന്ന് വെച്ചാൽ അവിടെ ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളതാണ്. കഴിവുകളിൽ വിശ്വാസം വളർത്തുക. പോസിറ്റീവ് അഫർമേഷൻ ഉപയോഗിക്കുക. വിഷ്വലൈസേഷൻ ചെയ്യുക. വിഷ്വലൈസേഷൻ ചില ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന മനസ്സിനെ സങ്കല്പിക്കുക. പരിമിതികളെ വെല്ലുവിളിക്കുക. നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യുക. പ്രചോദനത്തിൻ്റെ പ്രചോദനം നൽകുന്ന സ്രോതസ്സുകൾ നമ്മൾ കണ്ടെത്തുക. ആത്മപരിശോധന ചെയ്യുക. നിങ്ങളുടെ പെരുമാറ്റത്തെ നിരീക്ഷിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്യുക. അപ്പോൾ ആന്തരിക ശക്തി എന്ന് വെച്ചാൽ മനസ്സിൻ്റെ ശക്തിയും ഉപയോഗപ്പെടുത്തുക. പിന്നെ ആത്മവിശ്വാസം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ് ഈ ആന്തരിക ശക്തി നിലനിർത്താനായിട്ട്. അപ്പോൾ നിശ്ചയദാർഢ്യം, നിങ്ങളുടെ ലക്ഷ്യങ്ങളോട് ഉറച്ച് നിൽക്കുക. അപ്പോൾ ആന്തരിക ശത്രുക്കളെ തോൽപ്പിക്കുന്ന വിജയത്തിൻ്റെ ആദ്യ പടിയാണ് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്തും നേടാൻ കഴിയും. മൂന്നാമത്തെ ഹാബിറ്റാണ് കഥകൾ മാറ്റി എഴുതുക. നമ്മുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്ന കഥകളുടെ ശക്തിയെക്കുറിച്ച് പറയുന്ന ഹാബിറ്റാണ്. ഈ കഥകൾ നമ്മുടെ വിശ്വാസങ്ങളും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്നു. അപ്പം നിങ്ങളുടെ കഥകളുടെ ശക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയം പരിമിതപ്പെടുത്തൽ എന്ന് വെച്ചാൽ സ്വയം എങ്ങനെയാണ് പരിമിതപ്പെടുത്തുക വെച്ചാൽ നെഗറ്റീവ് കഥകൾ കൊണ്ടാണ് നമ്മൾ സ്വയമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കൊണ്ട് അതിന് കഴിയില്ല, അങ്ങനെയുള്ള കുറച്ച് പരിമിതപ്പെടുത്തൽ. പിന്നെ പെരുമാറ്റ സ്വാധീനം. നിങ്ങളുടെ കഥകൾ നിങ്ങളുടെ പെരുമാറ്റത്തെ നിർണ്ണയിക്കുന്നു. വിശ്വാസങ്ങളുടെ രൂപീകരണം. കഥകൾ വിശ്വാസങ്ങളെ രൂപപ്പെടുത്തുന്നു. അപ്പം നല്ല കഥകൾ എഴുതലെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് കഥകൾ എഴുതുക. നിങ്ങളെ ഉയർത്തുന്ന പോസിറ്റീവ് കഥകൾ അവിടെ സൃഷ്ടിക്കുക. ഈ പഴയ അതെല്ലാം മാറ്റിയിട്ട് അവിടെ പോസിറ്റീവായിട്ടുള്ള കഥകൾ സൃഷ്ടിക്കുക. വിജയ കഥകൾ, വിജയത്തെക്കുറിച്ചുള്ള കഥകൾ പറയുക. സാധ്യതകളുടെ കഥകൾ, നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ചുള്ള കഥകൾ എഴുതുക. അപ്പം കഥകൾ മാറ്റുന്നതിൻ്റെ പ്രക്രിയ എന്ന് വെച്ചാൽ കഥകളെ തിരിച്ചറിയുക. നിങ്ങളുടെ നിലവിലുള്ള കഥകളെ തിരിച്ചറിഞ്ഞ ശേഷം അതിനെ അവിടെ മാറ്റി കൊടുക്കുക. കഥകളിങ്ങനെ ചോദ്യം ചെയ്യുക.
പുതിയ കഥകൾ സൃഷ്ടിക്കുക, പുതിയ പോസിറ്റീവായിട്ടുള്ള കഥകൾ അവിടെ സൃഷ്ടിക്കുക. അപ്പം ആവർത്തനം എന്ന് വെച്ചാൽ പുതിയ കഥകൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പം ദാരിദ്ര്യത്തിലാണ്, നമുക്ക് റിച്ചിൻ്റെ ആ ഒരു പുതിയ കഥകൾ പറഞ്ഞ് നമ്മളവിടെ അങ്ങ് ആവർത്തനത്തിൽ കൂടെ നമ്മളവിടെ ശീലിപ്പിക്കുക, ഉറപ്പിക്കുക. കഥകളുടെ ശക്തി ഉപയോഗപ്പെടുന്ന ആത്മവിശ്വാസം വർദ്ധിപ്പിക്കലാണ്. പോസിറ്റീവ് കഥകൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ലക്ഷ്യസാക്ഷാത്കാരത്തിന് വിജയകഥകൾ ലക്ഷ്യസാക്ഷാത്കാരത്തിന് സഹായിക്കുന്നു. ഭയത്തെ തോൽപ്പിക്കാൻ പോസിറ്റീവ് കഥകൾ ഭയത്തെ തോൽപ്പിക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കഥകൾ നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നു. അതിനാൽ നിങ്ങളുടെ കഥകളെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുകയും പോസിറ്റീവ് പ്രചോദനാത്മകമായ കഥകൾ സൃഷ്ടിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക. അതിൽ 4ാമത്തെ ഹാബിറ്റാണ് ആത്മവിശ്വാസം നേടുക, തുടർന്ന് ആത്മവിശ്വാസം നിലനിർത്തുക. അപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യസാക്ഷാത്കാരം, പിന്നെ ബന്ധങ്ങളുടെ വളർച്ച. ആത്മവിശ്വാസം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കും. പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് നമുക്ക് ആത്മവിശ്വാസം സഹായിക്കുന്നുണ്ട്. സന്തോഷം വർദ്ധിപ്പിക്കുക. ആത്മവിശ്വാസം നമുക്ക് സന്തോഷത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ ആത്മവിശ്വാസം എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം, അതിന് പോസിറ്റീവ് അഫർമേഷനുകൾ ഉപയോഗിക്കുക. വിജയങ്ങളെ ആഘോഷിക്കുക, ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുക. പരിമിതികളെ വെല്ലുവിളിക്കുക. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളതാണ് പരിമിതികളെ വെല്ലുവിളിക്കുക. പിന്തുണ തേടുക. പിന്തുണ നൽകുന്ന ആളുകളുമായിട്ട് നമ്മളെപ്പോഴും ചുറ്റും സറൗണ്ട് യുവർ സെൽഫ് വിത്ത് സക്സസ്ഫുൾ പീപ്പിൾ. സ്വയം പരിചരണം. ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ആത്മവിശ്വാസം നിലനിർത്താനായിട്ട് പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക. പരാജയങ്ങളെ പഠന അവസരങ്ങളായിട്ട് നമ്മൾ കാണുക. സന്തോഷകരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള നന്ദിയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തുടർച്ചയായിട്ട് പഠനം. പുതിയ കാര്യങ്ങൾ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നത് തുടരുക. ആത്മവിശ്വാസം ഒരു ദൈനംദിന പരിശ്രമമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിങ്ങളെ സഹായിക്കും. 5ാമത്തെ ഹാബിറ്റാണ് ഒരു വ്യക്തിഗത ഡോണ്ട് ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. പോസിറ്റീവ് പ്രവർത്തനത്തോടൊപ്പം തന്നെ ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ലിസ്റ്റാണ് ഡോണ്ട് ഡു ലിസ്റ്റ്. ചെയ്യാത്ത കാര്യങ്ങളുടെ ലിസ്റ്റ്. അതിൽ 1ാമത്തെ പരാതി പറയാതിരിക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക. പ്രശ്ന പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിന്നെ സമയം പാഴാക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയിലും മറ്റു ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ അമിത സമയം ചെലവഴിക്കാതിരിക്കുക. ഭയപ്പെടാതിരിക്കുക. പുതിയ അവസരങ്ങളെ ഭയപ്പെടാതിരിക്കുക. പരാജയത്തിൽ ഭയക്കാതിരിക്കുക. പിന്നെ താരതമ്യം ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യാതിരിക്കുക. പിറന്നു വന്നതിൽ പറയാതിരിക്കുക. അപ്പം നിങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് പരാതി പറയാതിരിക്കുക. നിങ്ങൾക്കുള്ള അവസരങ്ങൾ കണ്ടെത്തുക. നെഗറ്റീവ് ആളുകളെ അടുപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തുന്ന നെഗറ്റീവ് ആളുകളെ അടുപ്പിക്കാതിരിക്കുക. ആരോഗ്യത്തെ അവഗണിക്കാതിരിക്കുക. ശാരീരികവും മാനസികവും ആരോഗ്യത്തെ അവഗണിക്കാതിരിക്കുക. ഈ ലിസ്റ്റ് ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ യോജിച്ച രീതിയിൽ അത് വ്യക്തമാക്കുക. ഓർക്കുക, പ്രവർത്തനങ്ങൾക്കൊപ്പം ചെയ്യാത്ത കാര്യങ്ങളുടെ ലിസ്റ്റ് നിങ്ങളുടെ വിജയത്തിനെ സഹായിക്കും. 6ാമത്തെ ഹാബിറ്റാണ് തോൽവികളെ അവസരങ്ങളായി കാണാനും അവയിൽ നിന്ന് പഠിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. തോൽവിയിൽ നിന്ന് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ തോൽവികൾ അനിവാര്യമാണ്, പക്ഷേ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. തോൽവിയിൽ നിന്ന് പഠിക്കുന്നത് നിങ്ങളുടെ കൂടുതൽ ബുദ്ധിമാനും ശക്തനും ആക്കും. അപ്പം തോൽവികളെ അവസരങ്ങളുമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പാഠങ്ങൾ പഠിക്കുക. തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. എന്താണ് തെറ്റിയത്, എന്ത് ചെയ്യാമായിരുന്നു എനിക്കവിടെ എന്ന് പരിശോധിക്കുക. മനോഭാവം മാറ്റുക. തോൽവി ഒരു പരാജയമല്ല, ഒരു പഠന അവസരമാണെന്ന് മനസ്സിലാക്കുക. ലക്ഷ്യം വ്യക്തമാക്കുക. തോൽവിക്ക് ശേഷം ലക്ഷ്യം വീണ്ടും വ്യക്തമാക്കുക. അത് നിങ്ങളെ പുനർനിർമ്മാണത്തിൽ പ്രചോദിപ്പിക്കും. ഇവിടെ റീസൈലൻസ് വളർത്തുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. റീസൈലൻസ് വളർത്താനായിട്ട് ആത്മവിശ്വാസം നിലനിർത്തുക. തോൽവികൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ കഴിവുകൾ വിശ്വസിക്കുക. പിന്തുണ തേടുക. കുടുംബ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മെൻറ്റർമാരുടെ പിന്തുണ നമുക്ക് ആവശ്യപ്പെടാം. സ്വയം പരിചരിക്കുക. ശാരീരികവും മാനസികമായ ആരോഗ്യം നിലനിർത്തുക. ഇത് റീസൈലൻസ് വർദ്ധിപ്പിക്കും. ആക്ടിവിറ്റീസ് വെച്ചാൽ ചെറിയ ചുവടുകൾ എടുക്കുകയെന്ന് വെച്ചാൽ ഒരു വലിയ ലക്ഷ്യങ്ങളെ ചെറിയ നേടാവുന്ന ലക്ഷ്യങ്ങളായിട്ട് വിഭജിക്കുക. പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുക. പഴയ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പുതിയ തന്ത്രങ്ങൾ അവിടെ പരീക്ഷിക്കുക. അപകട സാധ്യത സ്വീകരിക്കുക. പുതിയ അവസരങ്ങൾ നേടാൻ ഭയപ്പെടരുത്. അപ്പം ഇവിടെ ഓർക്കേണ്ടത് തോൽവി ഒരു അവസാനമല്ല, ഒരു തുടക്കമാണ്. നിങ്ങളുടെ യാത്രയിൽ നിന്ന് പഠിക്കുക, വളരുക, മുന്നേറുക. 7ാമത്തെ ഹാബിറ്റാണ് എങ്ങനെ ഫലപ്രദമായിട്ട് മാർക്കറ്റ് ചെയ്യാമെന്നും വിൽക്കാമെന്നും അറിയുക. അതിൽ ഉപഭോക്താവിനെ മനസ്സിലാക്കൽ. ഉപഭോക്താക്കളുമായിട്ട് വ്യക്തിഗതമായിട്ട് ബന്ധം സ്ഥാപിക്കുക. അവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രശ്നങ്ങൾ മനസ്സിലാക്കുക.
പിന്നെ സഹാനുഭൂതി കാണിക്കുക. ഉപഭോക്താക്കളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിലയുടെ പ്രാധാന്യം. മൂല്യം സൃഷ്ടിക്കുക. നിങ്ങളുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഉപഭോക്താക്കളുടെ ജീവിതത്തിൽ എങ്ങനെ മൂല്യം സൃഷ്ടിക്കുന്നുവെന്ന് കാണിക്കുക. വിലയേക്കാൾ മൂല്യത്തെക്കുറിച്ച് സംസാരിക്കുക. ഉൽപ്പന്നത്തിൻ്റെ വിലയേക്കാൾ അത് നൽകുന്ന മൂല്യത്തെക്കുറിച്ച് ഊന്നൽ നൽകുക. ഫലപ്രദമായ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ വിശ്വാസം വളർത്തുക എന്നാണ്. ഉപഭോക്താക്കളുടെ വിശ്വാസം നേടുക. പരിഹാരം നൽകുക. ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതിനുള്ള നിങ്ങളുടെ ഉൽപ്പന്നത്തെ ഒരു പരിഹാരമായിട്ട് അവതരിപ്പിക്കുക. ക്ലോസിംഗ്. വിൽപ്പന പൂർത്തിയാക്കുന്നതിന് ഫലപ്രദമായ ക്ലോസിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുക, എന്നാൽ നിർബന്ധിക്കരുത്. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. നിങ്ങളുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ആവശ്യമുള്ള ലക്ഷ്യശ്രേണിയെ വ്യക്തമായിട്ട് നിർവചിക്കുക. ബ്രാൻഡിംഗ്. ശക്തമായ ബ്രാൻഡ് ഇമേജ് സൃഷ്ടിക്കുക. നിങ്ങളുടെ ബ്രാൻഡ് വ്യക്തിത്വം വികസിപ്പിക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓൺലൈൻ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഉൽപ്പന്നം പ്രൊമോട്ട് ചെയ്യുക. നെറ്റ്വർക്കിംഗ്. മറ്റ് ബിസിനസ് ഉടമകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. പരസ്പര പ്രയോജനമായ ബന്ധങ്ങൾ വളർത്തുക. തുടർച്ചയായിട്ടുള്ള പഠനം. മാർക്കറ്റിംഗ് വിൽപ്പന രംഗത്തെ പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുക. വിശകലനം ചെയ്യുക. നിങ്ങളുടെ മാർക്കറ്റിംഗ് വിൽപ്പന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്ത് മെച്ചപ്പെടുത്തലുകൾ വരുത്തുക. ഈ ആശയങ്ങൾ മാർക്കറ്റിംഗ് വിൽപ്പനയെ വിജയിക്കാൻ സഹായിക്കും. എന്നാൽ ഓരോ ബിസിനസ്സിനും വ്യത്യസ്തമായ സമീപനം ആവശ്യമാണ്. നിങ്ങളുടെ ഉപഭോക്താക്കളെ നന്നായി മനസ്സിലാക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. എട്ടാമത്തെ ഹാബിറ്റാണ് ആളുകളെ മനസ്സിലാക്കുക. വിൽപ്പനയെ ശരിക്കും മികവ് പുലർത്താൻ. വിജയത്തിൻ്റെ കാതൽ എന്ന് വെച്ചാൽ മനുഷ്യനെ മനസ്സിലാക്കുന്നതിലാണ്. അപ്പോൾ സഹാനുഭൂതിയുടെ പ്രാധാന്യം പറയുന്നുണ്ട് ഇവിടെ. അവരുടെ ലോകത്ത് നിന്ന്, ആളുകളുടെ ലോകത്ത് നിന്ന് നോക്കുക. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് സ്വീകരിക്കാൻ ശ്രമിക്കുക. അവരുടെ ചിന്തകൾ, വികാരങ്ങൾ, ആവശ്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മറ്റുള്ളവരുടെ വേദന, സന്തോഷം, പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക. ആശയവിനിമയത്തിൻ്റെ കഴിവ്. അതിലൊന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക. അവരുടെ സന്ദേശം മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്പഷ്ടമായിട്ട് ആശയവിനിമയം നടത്തുക. നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തവും ലളിതവുമായ രീതിയിൽ അറിയിക്കുക. മറ്റുള്ളവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുക. ആളുകളെ സ്വാധീനിക്കൽ, അതിൽ വിശ്വാസം വളർത്തുക. മറ്റുള്ളവരുടെ വിശ്വാസം നേടുക. നിങ്ങളുടെ പ്രാമാണികതയും വിദഗ്ധതയും തെളിയിക്കുക. ആവേശം പകർത്തുക. നിങ്ങളുടെ ആവേശം മറ്റുള്ളവരിലേക്ക് പകർത്തുക. അവരെ നിങ്ങളുടെ ദർശനത്തിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുക. സഹകരണം പ്രോത്സാഹിപ്പിക്കുക. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. ടീം വർക്കിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. വ്യക്തിഗത വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യ സ്വഭാവത്തെ പഠിക്കുക എന്നുള്ളതാണ്. മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുക. വിവിധ വ്യക്തികളുടെ തരങ്ങൾ മനസ്സിലാക്കുക. അനുയോജ്യമായ സമീപനം. വ്യത്യസ്ത ആളുകളുമായിട്ട് വ്യത്യസ്ത രീതിയിൽ ഇടപെടുക. അവരുടെ സ്വഭാവത്തിൽ അനുയോജ്യമായ സമീപനം സ്വീകരിക്കാം. നിരന്തരമായിട്ടുള്ള പഠനം. മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് പഠിക്കുക. മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചുള്ള പഠനം ഇങ്ങനെ തുടരുക. പുതിയ കണ്ടെത്തലുകൾ ഉൾക്കൊള്ളുക. ആത്മപരിശോധന. നിങ്ങളുടെ ഇടപെടലുകൾ വിലയിരുത്തുക. മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗം കണ്ടെത്തുക. മനുഷ്യൻ്റെ മനസ്സിനെ മനസ്സിലാക്കുന്നത് വിജയത്തിൻ്റെ അടിസ്ഥാനമാണ്. മറ്റുള്ളവരുമായി ബന്ധങ്ങൾ വളർത്തുന്നതിനും സ്വാധീനിക്കുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കും. 9. ആളുകൾ യേസ് എന്ന് പറഞ്ഞ ശേഷം അവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കുക. യേസ് എന്നതിന് ശേഷമുള്ള വികാരങ്ങളുടെ പ്രാധാന്യം വെച്ചാൽ വിശ്വാസം വർദ്ധിപ്പിക്കൽ. ഉപഭോക്താവിന് നിങ്ങളുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പുനർവിൽപ്പന സാധ്യത. ഭാവിയിൽ പുനർവിൽപ്പനയ്ക്കുള്ള സാധ്യത അവിടെ വർദ്ധിക്കുന്നു. സന്തോഷമുള്ള ഉപഭോക്താക്കൾ പോസിറ്റീവ് വാർത്താ പ്രചരണം നടത്താനുള്ള സാധ്യത കൂടുതലാണ്. ബ്രാൻഡ് ലോയൽറ്റി വർദ്ധിപ്പിക്കുന്നു. യേസ് എന്നതിന് ശേഷമുള്ള വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള തന്ത്രങ്ങളാണ് സന്തോഷം പ്രകടിപ്പിക്കുക. ഉപഭോക്താവിൻ്റെ തീരുമാനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക. അവർക്ക് നന്ദി പറയുക. വിശ്വാസം വളർത്തുക. നിങ്ങളുടെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റുമെന്നുള്ള വിശ്വാസം വളർത്തുക. പിന്തുണ വാഗ്ദാനം ചെയ്യുക. ഉപഭോക്താവ് എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഉപഭോക്താവുമായുള്ള സമ്പർക്കം നിലനിർത്തുക. പോസിറ്റീവ് അവലോകനം ആവശ്യപ്പെടുക. ഉപഭോക്താവിൻ്റെ സന്തോഷമുണ്ടെങ്കിലും പോസിറ്റീവ് അവലോകനം നൽകാൻ ആവശ്യപ്പെടുക. യേസ് എന്നതിന് ശേഷമുള്ള പ്രശ്നപരിഹാരം. ഉപഭോക്താവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വേഗത്തിൽ പരിഹരിക്കുന്നു. ഗ്യാരണ്ടി നൽകുക. ഉൽപ്പന്നത്തിൽ ഗ്യാരണ്ടി നൽകുന്നു. അധിക സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. യേസ് എന്നതിന് ശേഷമുള്ള പിന്തുണ ഉപഭോക്താവിൻ്റെ സന്തോഷത്തിന് വളരെ പ്രധാനമാണ്. ഇത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയത്തിന് സഹായിക്കും. 10ാമത്തെ പോയിൻ്റ്, എന്ത് സംഭവിച്ചാലും സന്തോഷമായിരിക്കുക. സന്തോഷത്തിൻ്റെ പ്രാധാന്യമാണ്. പ്രചോദനം വർദ്ധിപ്പിക്കുന്നു. സന്തോഷം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു. അത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നു, ഊർജ്ജം നൽകുന്നു. സന്തോഷമുള്ള മനസ്സ് കൂടുതൽ സൃഷ്ടിപാടകത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സന്തോഷം നിങ്ങളുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നു. സന്തോഷം നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. എന്ത് സംഭവിച്ചാലും സന്തോഷനായിരിക്കാൻ ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള നന്ദിയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ ശ്രമിക്കുക. നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക.
മറ്റുള്ളവർക്ക് സഹായം നൽകുക. ഇത് നിങ്ങൾക്ക് സന്തോഷം നൽകും. നിങ്ങളുടെ ശാരീരികവും മാനസികമായ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക. സന്തോഷം ഒരു തീരുമാനമാണ്. നിങ്ങൾ സന്തോഷവാനാകാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും. ഇത് നിങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമായിരിക്കും. 11ാമത്തെ പോയിൻ്റാണ് മികച്ച വിജയ ഹാക്കുകൾ പ്രയോഗിക്കുക. മനസ്സിൻ്റെ ശക്തി, പോസിറ്റീവ് മനോഭാവം, എല്ലാ സാഹചര്യങ്ങളും പോസിറ്റീവായി ഇരിക്കുക. ആത്മവിശ്വാസം വളർത്തുക. ലക്ഷ്യനിർണ്ണയം, സ്മാർട്ട്, വ്യക്തമായി അളക്കാവുന്ന, നേടാവുന്ന, പ്രസക്തമായ, സമയബന്ധിതമായ സ്മാർട്ട് ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക. പ്രവർത്തനത്തിൻ്റെ ശക്തി ദിനചര്യ പാലിക്കുക. സമയത്തിൻ്റെ മാനേജ്മെൻറ്റ് തുടർച്ചയായിട്ടുള്ള പഠനമാണ്. ബന്ധങ്ങളുടെ ശക്തി എന്ന് വെച്ചാൽ നെറ്റ്വർക്കിംഗ്, മറ്റുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുക, മറ്റുള്ളവരുമായി വികാരം മനസ്സിലാക്കുക. സാമ്പത്തിക ഇൻ്റലിജൻസ്, സാമ്പത്തിക വിദ്യാഭ്യാസം, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. ബജറ്റ് തയ്യാറാക്കുകയും പിന്തുടരുകയും ചെയ്യുക. നിക്ഷേപം, നിങ്ങളുടെ പണം ഫലപ്രദമായിട്ട് നിക്ഷേപിക്കുക. വിപണനം, വിൽപ്പന, ഉപഭോക്താവിനെ മനസ്സിലാക്കുക, ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. മൂല്യസൃഷ്ടി, ഉപഭോക്താക്കൾക്ക് മൂല്യം നൽകുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുക. ഫലപ്രദമായ വിൽപ്പന തന്ത്രങ്ങൾ പഠിക്കുക. ആത്മപരിചരണം, ആരോഗ്യം, ശാരീരികവും മാനസികമായ ആരോഗ്യം നിലനിർത്തുക. സന്തോഷവാനായിരിക്കാൻ ശ്രമിക്കുക. ആത്മപരിശോധന, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക. ഈ തന്ത്രങ്ങൾ ഒരു തുടക്കമാണ്. നിങ്ങളുടെ സ്വന്തം സാഹചര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ അവയെ പരിഷ്കരിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുക. ഓർക്ക് വിജയം ഒരു യാത്രയാണ്. നിരന്തരമായ പഠനവും വളർച്ചയും ആവശ്യമാണ്. 12ാമത്തെ പോയിൻ്റ്, പഠിക്കുന്നതും ചെയ്യുന്നതും നിങ്ങൾ ശീലമാക്കുക. പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ശീലത്തിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് ശക്തിയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു. അവസരങ്ങൾ കണ്ടെത്തൽ, പഠനം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ പഠനം നിങ്ങളെ സഹായിക്കുന്നു. വിപണിയിൽ മുന്നിൽ നിൽക്കാൻ നിങ്ങളുടെ മേഖലയിൽ പുതിയ ട്രെൻഡുകൾ പഠിക്കുന്നത് നിങ്ങളെ മത്സരാർത്ഥികളെക്കാൾ മുന്നിൽ നിർത്തുന്നു. പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ശീലം വളർത്തുന്നതിനുള്ള തന്ത്രങ്ങൾ നിർത്തുക. ദൈനംദിന പഠനം, ദൈനംദിന ജീവിതത്തിൽ പഠന സമയം അനുവദിക്കുക. പുസ്തകങ്ങൾ വായിക്കുക. ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക. വെബിനാറുകൾ പങ്കെടുക്കുക. മെൻറ്റർമാരെ തേടുക. പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ഉപയോഗിക്കുക. പഠനവും പ്രവർത്തനവും തമ്മിലുള്ള ബന്ധമെന്ന് വെച്ചാൽ പഠനവും പ്രവർത്തനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ അത് നിങ്ങളുടെ പഠനത്തെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ശീലം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിക്ഷേപമാണ്. ഇത് നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കുന്ന പാതയിൽ സ്ഥാപിക്കും. 13ാമത്തെ പോയിൻ്റ്, എല്ലാ മികച്ച പ്രൊഡക്ടിവിറ്റി ഹാക്കുകളും ഉപയോഗിക്കുക. സമയ മാനേജ്മെൻറ്റ് തന്ത്രങ്ങൾ, പ്രയോറിറ്റൈസേഷൻ, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുക. ടൈം ബ്ലോക്കിംഗ്, നിങ്ങളുടെ ദിവസത്തെ നിശ്ചിത പ്രവർത്തനങ്ങളായിട്ട് ബ്ലോക്കുകളായിട്ട് വിഭജിക്കുക. 80% ഫലങ്ങൾ 20% പ്രവർത്തനങ്ങളിൽ നിന്നാണ് വരുന്നത് എന്ന തത്വം പിന്തുടരുക. ഡെലിഗേഷൻ, നിങ്ങളുടെ ജോലികൾ ഒരു ഭാഗം മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്യുക. ഡിസ്ട്രാക്ഷൻ മാനേജ്മെൻറ്റ്, ഹസ്യ ഇടവേളകൾ എടുക്കുക. വർക്ക് സ്പേസ് ഓർഗനൈസേഷൻ, നിങ്ങളുടെ വർക്ക് സ്പേസ് ക്രമീകരിക്കുക. ഡീറ്റോക്സ്, സോഷ്യൽ മീഡിയ ഉപയോഗം പരിമിതപ്പെടുത്തുക. ഫോക്കസ് വർദ്ധിപ്പിക്കൽ, ഒരു സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒഴിവാക്കുക. ഗോൾ സെറ്റിംഗ്, വ്യക്തമായ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക. വിഷ്വലൈസേഷൻ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് വിഭാവനം ചെയ്യുക. ഉൽപ്പാദനക്ഷമത ഉപകരണങ്ങളായിട്ട് ടാസ്ക് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുക. കലണ്ടർ ഉപയോഗം, നിങ്ങളുടെ സമയം പ്ലാൻ ചെയ്യാൻ കലണ്ടർ ഉപയോഗിക്കുക. ആരോഗ്യവും ക്ഷേമവും, ഉറക്കം, നല്ല മതിയായ ഉറക്കം ഉറപ്പാക്കുക. പോഷകസമ്പന്നമായ ആഹാരം കഴിക്കുക. ദൈനംദിനം വ്യായാമം ചെയ്യുക. ഉൽപ്പാദനക്ഷമത എന്ന ഒരു ജീവിത ശൈലിയാണ്. നിങ്ങളുടെ സമയത്തെ മൂല്യവത്താക്കുന്നതിനും നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതിനും ഈ തന്ത്രങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. ഈ ബുക്കിൻ്റെ സമ്മറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലിജു.